ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു സെയിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. ഇത് കാർഷികപരമായിട്ടുള്ള ഒരു ചാനലാണ്. അതായത് പോത്ത് വളർത്തൽ, എരുമ വളർത്തൽ, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഈ ചാനൽ കൂടി വരുന്നതായിരിക്കും. പിന്നെ സെയിൽ പോസ്റ്റുകളുണ്ടാവും. അങ്ങനെയാണ് ഇതിൽ വരുന്നത്. പിന്നെ പോത്തിൻ്റെ പരിപാലന രീതികൾ എല്ലാവർക്കും ഇതിൽ കൂടെ ചോദിച്ചറിയാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. പിന്നെ സെയിൽ പോസ്റ്റ് ഇപ്പം ഇന്ന് ഞാൻ 2 സെയിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. ഇത് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്താണ്. ഗുരുവായൂർ അടുത്ത് ആയിട്ടാണ് സ്ഥലം വരുന്നത്. കറക്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ചിറ്റാറ്റുകര. ഒരു ഗുരുവായൂരിനൊരു 4 കിലോമീറ്റർ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ പേര് ലിയോസ് ഫാമിംഗ് എന്നാണ്. ലിയോസ് ഫാമിംഗ്. നമ്മളൊരു 3 മാസം മുന്നേ ഒരു പോത്തിൻ്റെ ഫാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ അത് ഒന്ന് സ്റ്റോപ്പാക്കി. നമ്മൾ വേറൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് പുതിയൊരു ഫാം തുടങ്ങാൻ പോവുകയാണ്. അത് ഏതാ കമ്പനി എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. 2-3 മാസം കഴിഞ്ഞിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് അതിൽ പറയുന്നതാണ്. എൻ്റെ പുറകിലൊരു പശു നിൽക്കുന്നുണ്ട്, മേയാൻ വിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് ഞാനപ്പോൾ പറയുന്നതാണ്. അത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഫാമാണ് ഇപ്പോൾ അവിടെ വരുന്നത്. അതിൻ്റെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ ഡിസ്കഷനൊക്കെ നടന്നു കഴിഞ്ഞിട്ടുള്ളൂ. തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് അത് പറയും. ഞാനൊരു ഫാം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 3 മാസം ആയിപ്പോൾ അത് 1 മാസത്തിൻ്റെ കൂടുതലായിപ്പോൾ അത് നിർത്തിയിട്ട് 3 മാസം മുന്നേ തുടങ്ങിയപ്പോൾ അതൊരു നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥയിലായി. അപ്പോൾ അതൊരു ക്ലോസ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ വേറൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ്, വലിയ ഫാമാണത്. അത് എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ ഇത് വരുന്ന വഴിക്ക് പറയാം. സെയിൽ പോസ്റ്റുകൾ ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ 2 സെയിൽ പോത്തിന് കൊടുക്കാണ്ട്. ഇപ്പോൾ നാടൻ പോത്താണ്. അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽസ് നമ്മളിതിലിടുന്നതാണ്. 2 എണ്ണം നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കൊടുക്കാറുള്ളത്. പിന്നെ വീട്ടിൽ 2 എരുമ നിൽക്കുന്നുണ്ട്. വലിയ എരുമയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല 2 മുറ ക്രോസ് എരുമയാണ്. ഒരെണ്ണത്തിന് ചെന ഉണ്ടായിരുന്ന പോലെയായിരുന്നു. പിന്നെ അത് എന്താ പറയുക, അത് ക്യാൻസലായി. 2 എണ്ണം ഉള്ളത്. അതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഇതിലൂടെ ഇടുന്നതാണ്. അപ്പം പോത്ത് വളർത്തുന്ന രീതികൾ അപ്പം അതിൻ്റെ മരുന്നുകൾ, എന്തെങ്കിലും സംശയങ്ങളും, ഇപ്പം നല്ല മുറ ക്രോസ് കുട്ടികളെ അവിടെ കിട്ടും. അപ്പോൾ ഫാം ഏതാണ് ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ അറിയാം. എന്നാലും എന്തെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ചോദിക്കാം. നല്ല കോൾ ചെയ്യരുത്. കോൾ ചെയ്താൽ എനിക്ക് എടുക്കാനുള്ളൊരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് കൂടുതലായിട്ട് ഇടാം. പിന്നെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇപ്പോൾ ഒരു നമ്മൾ 2-3 ദിവസത്തിൻ്റെ ഉള്ളൊരു ഫാം പരിചയപ്പെടുത്തുന്നതാണ്. പശുവിൻ്റെ ഫാം. അതായത് സെയിൽസ് മാത്രമേ ഉള്ളൂ അവിടെ. നല്ല ഇനം HF ജേഴ്സി ക്രോസ് ബ്രീഡൊക്കെ ഉണ്ട് അവിടെ. കുട്ടികൾ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോ ഇടുന്നതാണ്. പിന്നെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. വീഡിയോ ഒരു 2-3 ദിവസം കഴിയും തോറും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.
ഇപ്പോൾ എന്താ പറയുക, നമ്മൾ എരുമകൾക്കുള്ള സെമൻ്റെ കളക്ഷൻ നമ്മുടെ അറിയണ ഒരാളുടെ കയ്യിൽ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ കൊണ്ട് ഇടാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊക്കെ കൊടുക്കാം. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. പലർക്കും എരുമയുടെ വളർത്തുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് നല്ല സെമൻ എവിടെ നിന്ന് കിട്ടും? ഈ KLDB ബോർഡിൻ്റെ സെമൻ കിട്ടുന്നുണ്ട്. പക്ഷെ ഒന്നുകൂടി നല്ല ക്വാളിറ്റി ഉള്ള സെമൻ എവിടെ കിട്ടും എന്നുള്ള ആർക്കും അറിയില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. നല്ല മുറ കുട്ടികൾ, പോത്തുകുട്ടികൾ കുറേ ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. നമ്മളത് നമ്മുടെ ഫാമിൻ്റെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേച്ചേരി, തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരിക്ക് അടുത്തുള്ള ചിറയത്ത് ഫാം, അതായിരുന്നു നമ്മുടെ ഫാമിൻ്റെ പേര്. അപ്പോൾ അതിലേക്ക് എപ്പോഴും കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു എന്താ പറയുക, നമുക്ക് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഇതിൽ സെയിൽ പോസ്റ്റ് ഒരെണ്ണം ഇപ്പോൾ വരുന്നുണ്ട്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഇനി വരുന്ന വീഡിയോസിലൊക്കെ പറയാം. എല്ലാവരും വീഡിയോ കാണുമ്പോൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അമർത്തുക. ഓക്കെ. 4 പശുക്കൾ മെയ്യുന്നാക്കുന്നുണ്ട് ഇവിടെ. ഞാനിപ്പോൾ ഉള്ളത് എളവള്ളി മമ്മായിക്കടുത്ത്. അവിടെ ഒരു പാടമുണ്ട്, നല്ല തോടും നല്ല സൗകര്യമൊക്കെ ആയിട്ടുള്ള ഒരു പാടാണത്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ ഓക്കെ.